ഏയ് എല്ലാവർക്കും സുഖമാണോ? ഓണമൊക്കെ കഴിഞ്ഞോ? എല്ലാവരും വീണ്ടും തിരക്കുകളിലേക്കൊക്കെ ആയല്ലേ? അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യവും വേറെ ആരെ പറ്റിയിട്ടല്ല. ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്നൊരു കണ്ടൻറ്റ് അതാണ് രേണുസുതി. രേണു സുതിയെ പറ്റിയിട്ടല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് ചോദിച്ചാൽ രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കുറേ ആളുകൾ രേണുവിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലും അവർ ഇത്ര ഫേമസ് ആവാൻ കാരണം ഈ യൂട്യൂബേഴ്സും ഫേസ്ബുക്കിലൊക്കെ ഇത് ചെയ്യുന്ന ആളുകളും തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹെയ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിലും കുറച്ച് എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഇട്ടപ്പോൾ വൈറലായി, അതിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോയി. ആ ഒരു കാര്യം കൊണ്ട് മാത്രം അവർ വൈറലായി പോയതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരും നമ്മളെപ്പോലെ ഒരു സാധാരണ സ്ത്രീ തന്നെയാണ്. പിന്നെ എന്താ ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ, ചെറിയ വ്യത്യാസമല്ല, നമ്മളെല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണല്ലേ. ഒരുപാട് വിഷമങ്ങളിൽ കിടന്ന് അതിനകത്ത് തന്നെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, നമുക്ക് മുന്നോട്ട് പോകണ്ടേ, ജീവിക്കണ്ടേ. അപ്പോൾ ആ ഒരു ട്രോമയിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് പലരും പല രീതിയിലും പല വഴികളും കണ്ടെത്തും. അവർ കണ്ടെത്തിയ വഴി വളരെ കറക്റ്റ് തന്നെയാണ്. കാരണം മറ്റുള്ളവരുടെ കൂടി അഴിഞ്ഞാടുന്നു അത് ആണ് എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം അവനവന് എന്ത് ചെയ്യാനാണോ ഇഷ്ടം അത് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ അവനവന് ആരാണോ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്, അവരെ മനസ്സിലാക്കുന്ന, അവരുടെ കൂടെ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ ആ ഒരു ട്രോമയിൽ നിന്നും പുറത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും. അപ്പോൾ അവർ ചെയ്തതും അത്ര മാത്രമേ ഉള്ളൂ, അതേ അവരുടെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുള്ളൂ. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന കാശുണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, ഏതെങ്കിലും ഒരു കടയിലോ സൂപ്പർ മാർക്കറ്റിലോ ചെറിയ ജോലിയാണെങ്കിലും പോരെ എന്ന് ചോദിച്ചാൽ അവർക്കത് പോരാ. കാരണം അവരുടെ ലൈഫ് അതങ്ങനെയാണ്. അവർക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണം. മറ്റുള്ളവർ ദാനം കൊടുത്ത വീട് പോരാ അവർക്ക്. ആ ഒരു ലക്ഷ്യമാണ് അവർക്കുണ്ടാവേണ്ടത്. എപ്പോഴും ഞാൻ ഓർക്കും, ആ ഒരു വാശി അവർക്കുണ്ടാവണം. ആ വാശി കൊണ്ടൊരു വീട് സ്വന്തമായിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ഒരുപാട് പേർക്ക്, ഒരുപാട് ലേഡീസിന്, ഒരുപാട് ആരുമില്ലാത്ത കുറേ പെൺകുട്ടികൾക്ക് അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയാവും. അവർക്കതിന് സാധിക്കണേ, അവരുടെ മനസ്സിൽ ആ ഒരു കറേജ് കൊടുക്കണേ എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. നെഗറ്റീവുകളിൽ നിന്ന് മാറി, ഇനി എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഈ ഒരു റൂട്ടിലൂടെ അവർക്ക് പോകാൻ സാധിക്കണേ. അവരുടെ ഒരു ലക്ഷ്യം സ്വന്തമായി അധ്വാനിച്ചൊരു വീടുണ്ടാക്കാൻ അവർക്ക് സാധിക്കണേ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പറഞ്ഞു വന്ന അതൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ, ഈ പുറത്തു നിന്ന സമയത്ത് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് അവരുടെ അപ്പിയറൻസിനെ പറ്റിയിട്ട് മോശമായിട്ട് പറയുമ്പോഴും അവർ ചിരിച്ച് തള്ളിയിട്ടുള്ളൂ. ഇൻ്റർവ്യൂസിലൊന്നും മോശമായിട്ട് പ്രതികരിച്ച് കണ്ടിട്ടില്ല. അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, എത്ര ശാന്തമായിട്ടാണ് അവരതൊക്കെ പ്രതികരിക്കുന്നത്. കാരണം എന്നെക്കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമില്ല, പെട്ടെന്ന് തളർന്നു പോകും, കരഞ്ഞു പോകും എന്നുള്ളതാണ്. പിന്നീട് കുറേ ഇതിനകത്ത് ലാസ്റ്റൊക്കെ വന്ന ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വന്ന ഒരുപാട് വീഡിയോസിൽ കണ്ടു അവർ പൊട്ടിത്തെറിക്കുന്നതായിട്ടും ദേഷ്യപ്പെടുന്നതായിട്ടും ഭയങ്കര അവർക്ക് മെൻ്റലി എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ അവർ ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് കണ്ടു. പക്ഷേ അതൊക്കെ ആ ഒരു മാനറിസങ്ങളെല്ലാം തന്നെ അവരെ എത്രത്തോളം മെൻ്റലി അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവർ ആ രീതിയിൽ റിയാക്ട് ചെയ്യുന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് മോശമായിട്ടൊരു സ്ത്രീയെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ മാനറിസങ്ങൾ മാത്രമാണത്. അവർ ബിഗ് ബോസിൽ പോകരുത് എന്ന് പറഞ്ഞ് കുറേ പേര് ബഹളം വെച്ചു. അവരെ ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞു വിടും, എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ യൂട്യൂബേഴ്സ് ഉണ്ട്. അതിനുശേഷം അവർ ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ പോകണം തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, അവിടെ ചെന്ന് നമ്മൾ കാണിക്കുന്ന എന്താണെന്ന് നമുക്ക് കാണണം, അപ്പോൾ എല്ലാവർക്കും തനിനിറം മനസ്സിലാവും എന്ന് പറഞ്ഞു. നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവരെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുകയും കുറ്റം പറയുകയും അത് വെച്ച് റീച്ചാവുകയും ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ സ്ത്രീ ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം അവരുദ്ദേശിച്ച രീതിയിലൊന്നും അവർ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനെ പറഞ്ഞ് താറടിക്കാനാണ് വീണ്ടും വീഡിയോസ് വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടില്ലേ അവൾക്ക് കളിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, ഇവളെയൊക്കെ എന്തിനാണ് അങ്ങോട്ട് വിട്ടത്, ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു, കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് കണ്ടന്റ് ഇല്ല, ആ രീതിയിൽ. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പലരും ബിഗ് ബോസിനെ പറ്റി ചോദിക്കുമ്പോൾ രേണു പറയുന്നത് കേട്ടിട്ടുണ്ട്. ബിഗ് ബോസ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് കാണുന്നല്ലാണ്ട് അതിനൊന്നും ആ ഒരു കാര്യത്തിനോട് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. പിന്നീട് എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ ബിഗ് ബോസ് വിളിച്ചാൽ പോകും എന്ന് പറഞ്ഞു. അപ്പോഴും എന്നെയൊക്കെ പോലെ എനിക്കും ബിഗ് ബോസ് ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. ഇടയ്ക്കാണെങ്കിലും വരുമ്പോൾ നമുക്ക് ചിലതൊന്നും കാണാൻ തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിത്തറിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതെന്താണ് ഇത്ര ബഹളം എന്ന് ആലോചിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടിട്ടില്ല. പിന്നെ ഈ വർഷം ഞാൻ കുറച്ച് ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണും. അത് രേണുസുതി അവിടെ ഉള്ളത് കൊണ്ട് അവരെങ്ങനെ പെരുമാറുന്നു എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അത് കണ്ടത്.
അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഒരുപാട് ആളുകൾ ഡീസൻ്റ് ആണെന്ന് വിചാരിക്കുന്ന പലരും അവിടെ ചെന്ന് അവരുടെ തനി സ്വഭാവം കാണിച്ചപ്പോൾ എന്തും വിളിച്ചു പറയാനുള്ള വേദിയാണെന്ന് കരുതിയിട്ട് തുടക്കത്തിൽ തന്നെ ഒരുപാട് ഷൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ രേണു ആരെയും കുറ്റം പറയാതെ അവരുടെ ഒരു രീതി അതല്ല എന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. മറ്റൊരാളുടെ കുടുംബത്തെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിലേക്ക് എത്തി നോക്കി അവിടെ എന്തൊക്കെ കുറ്റവും കുറവുമുണ്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞ് അവരെ വിഷമിപ്പിച്ച് അവർക്ക് കുറച്ച് വിഷമങ്ങളുണ്ടാക്കി വിജയിക്കാനായിട്ടുള്ള ഒരു മാർഗവും രേണു അവിടെ കാണിച്ചതായി ഞാൻ കണ്ടില്ല. അവർക്കിട്ട് ഒരുപാട് അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പലരും രേണുവിനെ ഒതുക്കണം എന്ന് വിചാരിച്ച് തന്നെ ആദ്യം പോയ ആൾക്കാരുണ്ട്. അവർ തുടക്കത്തിൽ തന്നെ രേണുവിനിട്ട് കുറച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ ആൾ അവിടെ തന്നെ വാടി തളർന്ന് വീഴുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് ഇത്രയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആകുന്നത് വരെയും അവർക്ക് അതിൽ നിന്നൊന്നും പിടിച്ചു കയറാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റി ആണെന്ന് ഒരുപാട് അമ്മമാരൊക്കെ പറയുമ്പോഴും എന്താണ് നമ്മൾ കണ്ടതെന്നറിയോ? അവർക്ക് പുറത്ത് നിന്നപ്പോഴും ബിഗ് ബോസിനുള്ളിലായപ്പോഴും പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, പുറത്ത് നിന്നപ്പോൾ ഒരുപാട് വിഷമങ്ങൾ, ഇതിനേറെ വിഷമങ്ങളുണ്ടായിട്ടും അവർ സ്ട്രോങ് ആയിട്ട് നിന്നത് അവർക്കൊരു ഫാമിലി, നല്ലൊരു ഫാമിലി ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അച്ഛൻ അമ്മ, ഫാമിലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അച്ഛനും അമ്മയും സഹോദരിയും അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അവളുടെ വിഷമങ്ങളിൽ അവൾ ചിലപ്പോൾ പലതും തെറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ടാവും. സാരമില്ല, കഴിഞ്ഞു പോയതല്ലേ, ഇനി മുന്നോട്ട് നമുക്ക് പോകണം, പറയുന്നവർ പറയട്ടെ, നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഒരു ഫാമിലി ഉണ്ടായിരുന്നിരിക്കാം. അത്രയും അവളെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നിരിക്കാം. അതുപോലെ എൻ്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് ജീവിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ അവർ നാണം കെടരുത്, ജീവിച്ച് കാണിക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നപ്പോൾ അവൾക്കുണ്ടായിരുന്നു. അതിനെ അവൾക്ക് മറ്റാരും കാണാതെ പുറത്തെല്ലാവരുടെയും മുമ്പിൽ ജാടക്കാരിയും അഹങ്കാരിയുമായി പ്രസൻറ്റ് ചെയ്യുമ്പോഴും അവളുടെ ഉള്ളിൽ കരയുന്നത് ആരും കാണാതിരിക്കാൻ അവൾക്കൊരു സ്വന്തമായിട്ടൊരു മുറി ഉണ്ടായിരുന്നു. ആരും ക്യാമറ വെച്ച് പുറത്ത് കാണിക്കണ്ടായിരുന്നില്ല. അവൾ ആരും കാണാണ്ട് ആ മുറിക്കുള്ളിൽ പോയിരുന്ന് അവളുടെ മനസ്സമാധാനം കിട്ടും വരെ അവൾക്ക് കരയായിരുന്നു. അതുപോലെ അവൾക്ക് കുറച്ച് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് അവൾക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ തല പെരുക്കണ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട അഭിനയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അഭിനയത്തെക്കാൾ അവളെ ആശ്വസിപ്പിച്ചിരുന്നത് അവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരായിരുന്നിരിക്കാം. അതിൻ്റെയൊക്കെ ബലത്തിലായിരുന്നു ആ പെൺകുട്ടി പുറത്ത് നിന്നപ്പോൾ ചിരിച്ചും സന്തോഷിച്ചും നിന്നത്. എന്നാൽ അകത്ത് പോയപ്പോൾ അവളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി വന്ന കുറച്ച് ആളുകൾ അത് പുറത്ത് കേട്ടതിനൊക്കെ കൂടുതലും വിഷമിപ്പിക്കുന്ന രീതിയിൽ അകത്ത് പറയുന്നു. അവൾക്ക് ഒരിടത്തും പോയി ഒളിച്ചിരുന്ന് കരയാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവൾ തമാശ രൂപേണ പലപ്പോഴും അതൊരു തമാശ ആക്കാൻ വേണ്ടി, പക്ഷേ എങ്കിലും അവളുടെ ഉള്ള എത്രത്തോളം വേദനിക്കുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. പിന്നെ അതിനെക്കാട്ടിലേറെ ഇത്രയും ഇതിനകത്ത് പറയുമ്പോൾ ഇതൊക്കെ കാണുന്ന പുറത്തുള്ള ആളുകൾ എന്തൊക്കെയായിരിക്കും പറയുന്നത്. വീട്ടുകാർ അവളെ ഓർത്തിട്ട് ദേഷ്യം, ഇപ്പോൾ വീട്ടുകാർ കൂടെ അവളോട് ദേഷ്യമായിരിക്കുമോ, മക്കൾക്ക് അവളോട് വെറുപ്പായിരിക്കുമോ, കൂട്ടുകാരൊക്കെ ഇപ്പോൾ പിണങ്ങിയിട്ടുണ്ടാവോ, ഇതൊക്കെ ഓർത്തിട്ട് അവൾക്ക് ഉള്ളതും കൂടെ നഷ്ടപ്പെടുമോ, ഉണ്ടായിരുന്ന മനസ്സമാധാനം കൂടി, ഉണ്ടായിരുന്ന ഒരു പിടിവള്ളികൾ കൂടി അവൾക്ക് നഷ്ടപ്പെട്ടുണ്ടാവുമോ എന്നൊക്കെ ഓർത്തിട്ടാവും ഒരു പക്ഷേ അകത്ത് നിന്നപ്പോൾ അവൾ വിഷമിച്ചത്. കാരണം പുറത്തുള്ള സാഹചര്യങ്ങൾ അവൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പുറത്തേക്ക് ഓടിപ്പോരാനായിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അതിൽ നിന്ന് പുറത്തു വന്ന് അവൾ വീണ്ടും പുതിയ ഇതിലേക്ക്, അവളുടെ പഴയ ആ ഒരു മേഖലയിലേക്ക് അവൾ തിരിച്ചു പോകുന്നത് തന്നെയാണ് ആ കുട്ടിയുടെ മെൻ്റലായിട്ടുള്ള ഒരു ഇതിന് നല്ലതെന്ന് എനിക്കും തോന്നി. പണം വരും പോകും, പണം ഉണ്ടാക്കേണ്ടത് തന്നെയാണ്. കുറച്ച് സേവ് ചെയ്യാനും കൂടെ അവൾക്ക് പഠിച്ചിരിക്കണം. സേവ് ചെയ്ത് സ്വന്തം കാശ് കൊണ്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത് അവളുടെ ഒരു ലക്ഷ്യമായിരിക്കട്ടെ. അവൾ ആ ലക്ഷ്യം നേടിയെടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു.